നമ്മുടെ പൂർവികരായ നോഹയ്ക്കും കുടുംബത്തിനും പ്രളയത്തിൽ രക്ഷപ്പെടാൻ ഒരു പെട്ടകമുണ്ടായിരുന്നു. നമുക്ക് എന്തുണ്ട്? നമുക്ക് ആരുണ്ട്? വരുവേ, നാം ഇഷ്ടികയാർത്ത് ചുട്ട് ആകാശത്തോളം എത്തുന്ന ഉറപ്പുള്ള ഒരു ഗോപുരം പണിയുക. എന്നിട്ട് നമുക്കൊരു പേരുണ്ടാക്കുക. ശരിയാ, നമ്മളാരും തെറ്റ് വേണ്ട, നമുക്ക് നടന്നേക്കാം. അതെ, എല്ലായിടത്തും എത്തിക്കണം. അതിന് ആളെ വിടണ്ടായോ? ഞാനൊരു പണി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തുവായെന്ന് നോക്കിയിട്ട് വരാം. എന്തുവാ ഇവിടെ നടക്കുന്നത്? ഇവിടെ കാര്യം പറച്ചിൽ മാത്രമേ ഉള്ളൂ, പണിയൊന്നും നടക്കുന്നില്ലയോ? ഇതാകെ തൂങ്ങി നിൽക്കോ ഓരോരുത്തരും? ഇന്ന് ഭയങ്കര ചൂടല്ലേ? മണ്ടയ്ക്ക് നിൽക്കുക. എന്തുവാ ഇവിടെ ഒരു കുശുകുശുക്ക്? ആഹാരത്തിന്റെ കാര്യം ഒന്നും നിങ്ങൾ പേടിക്കണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. നിങ്ങൾ പണിയെടുത്താൽ മതി. ഇത് എത്രത്തോളം ഉയരാവോ അത്രത്തോളം ഈ ആകാശം മുട്ട ഇത് ഉയർക്കണം. വേഗം ചെയ്യും, വേഗം. കണക്കൊക്കെ ശരിയാവോ? നോക്കിയേ, എല്ലാവരും പണി നിർത്തിയേ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ. ഈ ഗോപുരം നമുക്ക് ഏറ്റവും വലിയ പ്രസിദ്ധി തരുന്ന ഒരു ഗോപുരമാണ്. അത് മാത്രമല്ല, മഴയ്ക്കോ കാറ്റിനോ വെള്ളത്തിനോ ഒന്നിനും തകർക്കാൻ പറ്റാത്ത, ഏത് ശക്തിക്കും നമുക്ക് ജീവനെ തരുന്ന, നമ്മുടെ ജീവനെ
സുരക്ഷയെ നമ്മുടെ കയ്യിൽ തരുന്ന ഒരു അപൂർവ ക്ഷേത്രമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും അധികം നിങ്ങൾ ഇതിൽ കഷ്ടപ്പെടേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഇത് ഉറപ്പോടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആ ഒരു ആത്മാർത്ഥതയോടെ ചെയ്യാൻ നോക്കണം. മനുഷ്യൻ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. ഇതാ ജനമൊന്ന്, അവർക്കെല്ലാം ഭാഷയുമുണ്ട്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നത് ഒന്നും അവർക്ക് അസാധ്യമാക്കിയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളയാം. Why are you taking so long? Come fast. Why are you so late? Come fast. तू ये क्या बोल रही है? मुझे कुछ भी समझ में नहीं आ रहा है. तू इतना गुस्सा क्यों कर रहा है? What's the issue with you? What are you talking? मुझे ये कुछ करना नहीं चाहिए. ये क्या बोल रहा है तू? I don't want to walk with you. मैं भी जा रहा हूँ. I don't want to understand. അടുത്ത ഭാഷ